മുടി നരച്ചതോർത്ത് ഇനി ആരും വിഷമിക്കേണ്ട. മുടി പൊഴിഞ്ഞതോർത്ത് ആരും ദുഃഖിക്കുകയും വേണ്ട. അതുപോലെ താരനും ചൊറിച്ചിലൊക്കെ മാറാനും വേണ്ടി നമ്മൾ ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടും ഫലം കണ്ടില്ലേ? ഇന്ന് നമ്മൾ കാണിക്കുന്ന വീഡിയോയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നരച്ച മുടി കറുപ്പിക്കാനും വേണ്ടി നമ്മുടെ അടുക്കളയിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അത് ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങയുടെ പകുതി പച്ചത്തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ചിരകിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അന്നേരം ഇപ്പം അതല്ലാതെ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് മിക്സിയിലെ ജാറിൽ അരച്ചെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. ഇതിപ്പം അരമുറി തേങ്ങ, ഒരു തേങ്ങ, വലിയൊരു തേങ്ങയുടെ പച്ചത്തേങ്ങ എടുക്കുക, അല്ലെങ്കിൽ ഉണക്കത്തേങ്ങ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. ഇതിപ്പോൾ ഞാൻ പച്ചത്തേങ്ങയാണ്, ഒരു തേങ്ങാ പാലാണ് വേണ്ടത്. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പം പല രീതിയിൽ നമുക്കെടുക്കാം. ഒന്ന് നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് വെള്ളം ഒന്നും ഒഴിക്കാണ്ട് തേങ്ങ പിഴിഞ്ഞിട്ട് ആ ഒരു നീരെടുക്കാം. അതല്ലെങ്കിൽ അതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ കൈകൊണ്ട് നല്ലപോലെ തിരുമ്മിയിട്ട് അത് പിഴിഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പാടാണെങ്കിൽ മിക്സിയുടെ ജാറിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചിട്ട് അതൊരു തുണി ഉപയോഗിച്ചിട്ട് പിഴിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാൻ ആ ഒരു ഒന്നാം പാലാണ് എടുക്കുന്നത് കേട്ടോ. അത് കുറച്ച് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നല്ലപോലെ തിരുമ്മിയെടുക്കുക. കാരണം പച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ തേങ്ങാപ്പാൽ കിട്ടും. വലിയൊരു തേങ്ങയായിരുന്നു, അതിൻ്റെ അരമുറി തിരുമ്മിയപ്പോൾ തന്നെ ഇത്രത്തോളം എനിക്ക് കിട്ടി. അത് ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു തേങ്ങയുടെ പീര ഉണ്ടല്ലോ, അത് നമുക്ക് ചമ്മന്തി പൊടിക്കാനെടുക്കാം, തോരന്, മറ്റ് കറികൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കാരണം പൂർണ്ണമായിട്ട് നല്ലപോലെ പിഴിഞ്ഞിട്ടില്ല, നമ്മൾ ജസ്റ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു നീര് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഇത്രയും മതി നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിന് കേട്ടോ. അത് ഞാനൊരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലോട്ടാണ് മാറ്റുന്നത്. ഇരുമ്പ് എത്രത്തോളം നമ്മുടെ മുടി കറുപ്പിക്കാൻ സഹായിക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് നമുക്ക് തേങ്ങാപ്പാൽ പല രീതിയിലെടുക്കാം. ഒരിക്കലും പാക്കറ്റിൽ കിട്ടുന്ന പൗഡർ എടുത്തിട്ട് ആ ഒരു പാലെടുക്കുന്നതിലും എപ്പോഴും നല്ലത് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് കേട്ടോ. അതിനാണ് എപ്പോഴും ഗുണം കൂടുതൽ. ഒരു പാക്കറ്റിൽ കിട്ടുന്ന കാര്യങ്ങൾ അത് എത്രത്തോളം അത് തേങ്ങാപ്പാലിൻ്റെ പൗഡറാണെന്നോ അല്ലെങ്കിൽ പാലാണെന്നോ നമുക്ക് അത്ര കൺഫേം ആക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിലേക്ക് ആ ഒരു പാത്രം കഴുകാൻ ഇതിനകത്ത് ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് കഴുകിയിട്ടെടുത്തിരിക്കുന്നത് കേട്ടോ. മുമ്പേ പറഞ്ഞ പോലെ ഇത് നമുക്ക് ഉണക്കി സൂക്ഷിക്കാം. നമുക്ക് ആ തീയലൊക്കെ വെക്കാനും വേണ്ടി വറുത്തരച്ച് വെക്കാനും അങ്ങനെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ടേസ്റ്റിന് യാതൊരു വ്യത്യാസവും ഇല്ല. മുമ്പേ പറഞ്ഞല്ലോ, ഒരുപാട് നമ്മൾ അരച്ച് അതിൻ്റെ മാക്സിമം നീരെടുത്തിട്ടില്ല, ഒരു ഒന്നാം പാൽ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നേരെ നമുക്ക് അടപ്പിലോട്ട് വെക്കാം. ഇനി ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. ആ ഒരു വെള്ളമൊക്കെ മാറി ഈ ഒരു തേങ്ങാപ്പാൽ നല്ല പ്യുവർ കോക്കനട്ടായിട്ട് വരണം. നമ്മുടെ വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും. കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാൻ നല്ലതാണ്, കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും. ഇത് രാവിലെ വെറും വയറ്റിൽ നമ്മളൊരു സ്പൂണ് കുടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണകരമാണ്. ഈ ഒരു വെന്ത വെളിച്ചെണ്ണ നമ്മുടെ തലമുടി തേക്കുകയാണെങ്കിൽ മുടി സമൃദ്ധമായിട്ട് വളരും. മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ വെറും 100 മില്ലിക്ക് 100 ml എന്തോരം പൈസയാവുമെന്ന് അറിയാമോ? നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഞാനിപ്പം ഒരു അരമുറി തേങ്ങ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഈ ഒരു പാല് നല്ലപോലെ തിളച്ച് വറ്റി, ഇതിപ്പോൾ ഇരുമ്പിനെ ചീനിച്ചിട്ടാണ് ഒരു ചൂട് നിന്ന് വളരെ പെട്ടെന്ന് അത് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇരുമ്പിൻ്റെ പാത്രം എടുത്തത്. അതിലിത് പെട്ടെന്ന് തന്നെ തിളച്ച് ആ ഒരു വെള്ളമെല്ലാം വറ്റി ഈ ഒരു തേങ്ങാപ്പാൽ അതിങ്ങനെ സെപ്പറേറ്റായി അതിൽ നിന്ന് എണ്ണ വരുന്നൊരു സ്റ്റേജാണ്. ഇപ്പോൾ ഒരു പകുതി ഭാഗത്തോളം ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് സൈഡിൽ നല്ല പോലെ ആ ഒരു തേങ്ങാപ്പാലയുടെ ഒരു കട്ട അല്ലെങ്കിൽ കക്കെന്നൊക്കെയാണെന്ന് തോന്നുന്നു പറയുന്നത്. അതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഡാർക്ക് കളറിലോട്ട് വരും കേട്ടോ. ഇതിപ്പോൾ വെള്ള കളറിലാണല്ലോ ഇരിക്കുന്നത്. ഈ ഒരു സമയമാകുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ ഉലുവയും കരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെന്ത വെളിച്ചെണ്ണ മാത്രം നമുക്ക് കുടിക്കാനും ചോറിനകത്ത് വെളുത്തുള്ളി ഇതും കൂടി ചേർത്തിട്ട് കഴിക്കാനൊക്കെ നല്ല ഒത്തിരി ഗുണകരമാണ് കേട്ടോ. അത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ അത് നമുക്ക് കറക്റ്റായിട്ട് എത്രത്തോളം നല്ലതാണെന്ന് നമുക്കറിയില്ല. നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ്, കുറച്ചൊന്ന് മെനക്കെട്ടാൽ മതി. അന്നേരം അതിലേക്ക് നമ്മൾ കരിഞ്ജീരകം, ഉലുവ, ഇത് ഒരുപാട് ഗുണകരമാണ്. മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്ക്, താരൻ ചൊറിച്ചിൽ, അതുപോലെ നരം മാറ്റാനും മുടി സമൃദ്ധമായിട്ട് വളരാനും. പിന്നെ ഇതിലേക്ക് നമുക്ക് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം, ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അരമുറി സവാള. ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് അരമുറി സവാള അരിഞ്ഞിടുകയാണ്. ഇതൊന്ന് വാടി വരട്ടെ. അതിൽ നല്ലൊരു മണമാണ് കേട്ടോ. നമ്മളിനി എത്ര രൂപയുടെ ഹെയർ ഓയിൽ വാങ്ങിച്ചാലും ഈ ഒരു മണവും ഗുണവും കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മൾ ഭംഗി വാക്ക് പറയുന്നതുമല്ല,
പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്നതാണ്. വെന്ത വെളിച്ചെണ്ണ നമ്മുടെ തലമുടി തേക്കുമ്പോഴും സ്ഥിരമായിട്ട് നമ്മളിപ്പം അത് നമുക്ക് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളിപ്പം പറഞ്ഞ 1 ലിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കാനൊക്കെ കുറച്ച് നല്ല പാടുണ്ട്. അത്രത്തോളം തേങ്ങ എടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരാൾക്ക് ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചുള്ളത് എനിക്ക് ഒരാഴ്ചത്തേനുള്ള കാര്യമുണ്ട് കേട്ടോ. അത് നല്ല പോലെ ഇത്രയും മതി. നമ്മൾ ലേശം എടുത്തിട്ട് തലയോട്ടി നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക കുളിക്കുന്നതിന് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ. അത് മസാജ് നല്ല പോലെ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പം ചെറിയ ചൂടോടുകൂടിയാണെങ്കിൽ അത്രയും നല്ലത്. അന്നേരം അതിൻ്റെ ആ ഒരു കക്കനുണ്ടല്ലോ, കക്കനും ആ ഉലുവയും കരിഞ്ജീരകവും ആ ഒരു എണ്ണയിൽ കിടന്ന് വറന്ന് വന്നത് നമ്മളൊരു അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. എണ്ണ സെപ്പറേറ്റ് ആയിട്ട് അതൊന്ന് അരിച്ച് വരാനും വെച്ചാൽ ആ മാക്സിമം ആ ഇതിൽ നിന്ന് വരാനും വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തണുത്തതിന് ശേഷം ഇത് നല്ല മാറ്റിയിട്ട് ഈ ഒരു എണ്ണ നമുക്ക് അരിച്ചെടുക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നല്ല മണമാണ് കേട്ടോ. ഇത് നമ്മൾ തലമുടി തേക്കുമ്പം തന്നെ ആ ഒരു മുടിയിലൊക്കെ ആ ഒരു മണം നിൽക്കും. അത്രയ്ക്ക് മണമാണ്. ഇത്രയും മാത്രം മതി ഒരാൾക്ക് തലമുടി തേക്കാൻ വേണ്ടി. ഇപ്പോൾ എൻ്റെ തലമുടിക്ക് അത് മതി. തലയോട്ടി നല്ലപോലെ മസാജ് ചെയ്യുക. വേണമെങ്കിൽ കുറച്ചും കൂടെ എടുത്തിട്ട് മസാജ് ചെയ്യാം. നമ്മുടെ കൈ മൊത്തം ആവുന്നതിലും നല്ലത് നമ്മൾ ചെറിയൊരു കോട്ടണിനകത്തോട്ട് ഇത് മുക്കിയിട്ട് തലയോട്ടിയുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ തേച്ചിട്ട് നമ്മുടെ കൈയുടെ തുമ്പ് കൊണ്ട് നല്ലപോലെ മസാജ് ചെയ്തിട്ട് നമ്മളൊന്ന് കുളിക്കണം. നല്ല ഒരു തലവേദനയൊക്കെ മാറാനും മുടി സമൃദ്ധമായിട്ട് വളരാനും മസാജ് ചെയ്യുമ്പം ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് എല്ലായിടത്തും ബ്ലഡ് കറക്റ്റായിട്ട് എത്തുകയും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. അടിയിൽ ലേശം കരിഞ്ജീരകം ഉലുവയൊക്കെ കാണും. നമ്മൾ എത്ര മാറ്റിയെന്ന് പറഞ്ഞാലും അരിച്ചെഴുമ്പോൾ തന്നെ ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് മതി നമുക്ക്. അന്നേരം ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പലതിനുമായിട്ട് മിക്സ് ചെയ്യും. ഡയറക്റ്റുമായിട്ട് നമുക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. അന്നേരം ഇത് നമ്മളൊരു ബോട്ടിലോട്ട് മാറ്റുന്നുണ്ട്. മാക്സിമം ആ ഒരു ആ കക്കനിലും നിന്നും സവാളയിൽ നിന്നൊക്കെ അതിനകത്ത് നിറയെ ഈ ഒരു ഉരുക്ക് എണ്ണയാണ് കേട്ടോ. നമ്മൾ ഇത് നമുക്ക് ദേഹത്തൊക്കെ തേക്കാനും നല്ലതാണ്, തലമുടിയിൽ തേക്കാനൊക്കെ നല്ലതാണ്. അരച്ചിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ അരയ്ക്കാനൊന്നും പോകുന്നില്ല. ഇത് വെച്ചിട്ട് നമ്മൾ നല്ലൊരു ഡൈ അങ്ങ് തയ്യാറാക്കുകയാണ് കേട്ടോ. പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു എണ്ണ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. സാധാരണ ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് കൂടുതലാണ്. അതിന് നല്ല മണവും അതിലേറെ ഗുണവുമാണ് കേട്ടോ. ചോറിനകത്തൊക്കെ ഈ കക്കനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിനകത്തിൻ്റെ കൂട്ടത്തിൽ കഴിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. ഞാനൊക്കെ പ്രസവിച്ച് കിടന്ന സമയത്ത് ഒരു 7-10 തേങ്ങ വെച്ചിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി ആ എണ്ണയിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുകയും അതുപോലെ തന്നെ ചോറിൽ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമുക്കത് അത്രയും ഗുണകരമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. അത് നമ്മൾ ആ ഒരു ബോട്ടിലോട്ട് എണ്ണ മാറ്റിയിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള നമ്മൾ വറുത്തായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് വേണമെങ്കിൽ അരച്ചിട്ട് അത് പാക്കായിട്ട് ഹെയർ പാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം. തൈരും ചേർത്തിട്ട് മുട്ടയൊക്കെ ചേർത്തിട്ട്. ഇതിപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു കാര്യത്തിലേക്ക് ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ കോട്ടനായിട്ട് എടുത്തിട്ട് ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് ഇതൊന്ന് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ചീനിച്ചട്ടിയിൽ വെച്ചിട്ട് ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് കത്തിച്ചിട്ട് അതിൽ നിന്നുള്ള കരിയിൽ നിന്നാണ് നമ്മൾ ഡൈ തയ്യാറാക്കുന്നത്. ഡൈ പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ഡൈ എന്ന് പറയാം, ഇൻസ്റ്റൻറ്റ് ഡൈ രീതിയിലോട്ട് തയ്യാറാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തും. ഇത് നമ്മൾ ചെയ്യുന്നൊരു നമുക്കെല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നതും നമ്മളതിൻ്റെ ഗുണങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇതിപ്പോൾ തിരി കത്തി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മളൊരു അടപ്പ് പാത്രം, ഇപ്പം ഇതിപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ കോലമൊക്കെ മാറും കേട്ടോ. അത് കുറച്ച് പാടാണ് അത് വൃത്തിയാക്കി എടുക്കാനും. ഇത് നമ്മൾ ഒരു തവണ ചെയ്യുകയാണെങ്കിൽ കുറേ നാളത്തിന് അത് ഉണ്ട് എന്നുള്ളതാണ്. അന്നേരം പാത്രം ഒന്ന് കരി പിടിച്ചാലും കുഴപ്പമില്ല. കാരണം ഇത്രത്തോളം നമുക്ക് കരി കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയം മതി ആ ഒരു എല്ലാം ഒന്ന് കത്തി ആ ഒരു കരി ഈ ഒരു പാത്രത്തിലെത്താനും വേണ്ടി. ഏകദേശം ഒരു 1-1.5 മണിക്കൂർ വേണം. നമ്മളവിടെ വെച്ചിട്ട് നമ്മുടെ അതിൻ്റെ കൂട്ടത്തിലൊന്നും നിൽക്കേണ്ട. വളരെ എളുപ്പത്തിൽ കെമിക്കലൊന്നും ചേരാണ്ട് നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ ഇതൊക്കെ തയ്യാറാക്കിയെടുക്കാം. കാരണം ഡൈ അടിക്കാൻ എല്ലാവർക്കും ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് ഡൈ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതിനോടൊപ്പം തന്നെ കെമിക്കൽ ഡൈ കാരണം അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. കാര്യം കെമിക്കൽ നമ്മൾ അന്നേരം ചിലർക്ക് അന്നേരം തന്നെ അലർജിക് റിയാക്ഷൻസ് വരും. അല്ലാത്തവർക്ക് പിന്നീടാണ് അത് അനുഭവപ്പെടുന്നത്. എപ്പോഴും നമ്മൾ നമ്മുടെ അടുക്കളയിലുള്ള ചേരുവകൾ അല്ലെങ്കിൽ നമുക്ക് പറമ്പിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇതൊരു കുഞ്ഞ് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് കേട്ടോ. ആ കരി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പശുവിൻ്റെ നെയ്യാണ് കേട്ടോ. അതിൽ നെയ്യ്
അയ്യോ നെയ്യ് എന്തിനാണ് നമ്മൾ തലമുടി തേക്കുന്നതെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ നമ്മളൊന്ന് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ അറിയാം നെയ്യ് നമ്മുടെ തലമുടിയിൽ തേക്കുന്നതുകൊണ്ട് എന്തോരം ഗുണങ്ങളാണ് ഉള്ളതുള്ളത്. കഴിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് ഇത് നമ്മുടെ തലമുടി തേക്കുമ്പോഴും. അത് ആ ഒരു ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ആ ഒരു ചൂടിലേക്ക് ഈ ഒരു നെയ്യ് ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് ഉരുകി വരും. അതൊന്ന് ചെറിയ ചൂടാവട്ടെ. നമുക്ക് തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ളൊരു ചൂടാവണം. നമുക്കെന്നാൽ ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കരിയിൽ നിന്ന് കുറച്ച് മാത്രം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് തണുത്ത് വന്നിട്ട് നമുക്കിതിനെ നമ്മുടെ തലമുടിയിലും തലയൊട്ടിയിലൊക്കെ തേച്ച് കൊടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ. ഇതൊരു നല്ലൊരു ഡൈ ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അമ്മയുടെ മുടിയിലാണ് കാണിക്കുന്നത്. അമ്മയുടെ മുടിയെ അധികം നരച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ നരച്ചതല്ല കേട്ടോ. അത് കയ്യിലോട്ട് വെക്കുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു നരച്ചത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. ഇങ്ങനെ നോക്കുമ്പോൾ ഒത്തിരി ഒന്നും നമുക്ക് നരച്ചതായിട്ട് കാണുന്നില്ല, നരച്ചതൊട്ട് കാണുന്നതേ ഇല്ലെന്ന് തോന്നുന്നു. അന്നേരം നമ്മൾ ഈ ഒരു നെയ്യും നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഉരുക്കെണ്ണയുടെ ആ ഒരു കക്കനും അതുപോലെ തന്നെ കരിഞ്ജീരകം, ഉലുവ, പിന്നെ സവാളയും കൂടെ ചേർത്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഡൈയും കൂടെ ചേർത്തിട്ടുള്ള മിക്സിയാണ് ഇത്. നമ്മൾ തലമുടിയിൽ തേച്ച് കൊടുക്കുകയാണ്. തലമുടി അതുപോലെ തന്നെ തലയോട്ടിൽ. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ താരം മാറും, ചൊറിച്ചിൽ മാറും, മുടി സമൃദ്ധമായിട്ട് വളരും. അതിനോടൊപ്പം നമ്മുടെ മുടിയുടെ നരയും മാറും. നരം മാറിയിട്ട് നല്ല കറുത്ത മുടി ഇടതോർന്ന് വളരാൻ ഏറ്റവും നല്ലതാണ്. ഈ ഒരു പ്രായത്തിലും ഈ ഒരു മുടിയൊക്കെ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ ഗുണം കൊണ്ടാണ് കേട്ടോ. നമ്മളെടുത്തിട്ടുള്ള ആ ഒരു ലേശം കരിയിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കി ഉരുക്കെണ്ണയോ ഒഴിക്കാം. അല്ലെങ്കിൽ ഗ്ലിസറിൻ, അങ്ങനെ അലോവേറ ജെൽ എന്തും ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇത് തലമുടിയിലോട്ട് തേച്ച് കൊടുക്കാവുന്നതാണ്. അത്രയേറെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ആവണക്കണ്ണയുടെ എണ്ണ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയും ഉപയോഗിക്കാം. ഇത് നമുക്ക് പടരുവോ അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും കാണില്ല കേട്ടോ. അന്നേരം ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള തേങ്ങ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. തേങ്ങയും നെയ്യും വളരെ ചുരുങ്ങിയ ചേരുവകൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഗുണങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ. എപ്പോഴും പറയുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.